ഫാമിലിക്ക് അറിയാം എനിക്ക് ബുദ്ധി ഉണ്ടെന്ന്. പക്ഷേ ഞാൻ അവർ നല്ല പ്രതീക്ഷയ്ക്കായിരുന്നു ചെറുപ്പം മുതലേ. പക്ഷേ ഞാനനുസരിച്ചിട്ട് ഇവിടെ നിർത്താത്തതുകൊണ്ട് ഇങ്ങനെ അവർക്കൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞു ഇതിൽ ഒരു ചാൻസാണ്, ഇത് കിട്ടിയാൽ കിട്ടും, ഇല്ലേ ഇനി അടുത്ത വർഷം കിട്ടിക്കോളന്നില്ല എന്ന് പറഞ്ഞു. അവനെ നോക്കിയേക്കാം എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. നോർമലി പോകേണ്ട എൻ്റെ പഠനത്തെ ഒരു ചാനലൈസ് ചെയ്യുന്നത്, അതിങ്ങനെ ഈ രീതിയിലേക്ക് വേണം എന്ന് പറയുന്നത് എയ്സാണ്. 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഗ്യാപ്പ് കിട്ടൂലേ, ആ 10 മിനിറ്റൊക്കെ ഗ്യാപ്പ് കിട്ടുമ്പോൾ 10 മിനിറ്റല്ലോ ഇപ്പം എന്ത് ചെയ്യാനാ എന്നായിരുന്നു ആലോചിച്ചിട്ട് പണ്ടൊക്കെ കേട്ടോ. അതൊക്കെ മാറിയിട്ട് ആ 10 മിനിറ്റിൽ ഒരു കോൺസെപ്റ്റാണ് നോക്കാൻ പറ്റുന്നതിന് ആ ഒരു കോൺസെപ്റ്റ് അപ്പം ഞാൻ നോക്കും. ഒരു ദിവസം 1 മണിക്കൂറായിരുന്നു എൻ്റെ പ്ലാന്. എന്തായാലും ആ 1 മണിക്കൂർ ഞാൻ തീർത്തിരിക്കും. ഇനി പറ്റില്ലെങ്കിൽ പിറ്റേന്ന് പുലർച്ചെ എണീറ്റിട്ട് ഞാൻ നോക്കും. ഹലോ, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് HSST സോഷ്യോളജി 7th റാങ്ക് ഹോൾഡറായ അക്സർ സാറാണ്. സാറിനെ വെൽക്കം ചെയ്യുന്നു. താങ്ക് യു. സാറിൻ്റെ സ്ട്രാറ്റജീസ് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ബിക്കോസ് 10th റാങ്കിൻ്റെ അകത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു മെയിൻ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻസ് എന്ന് പറയുന്നത്? സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പം ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. HSTയിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അല്ല, ഇത്രയും ഒരു ഹയർ PSCയിലും ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പം ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തൊരു ശീലം ഉണ്ടായിരുന്നില്ല, ആകെപാടെ നെറ്റിന് പഠിച്ചൊരു ശീലം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഗൈഡൻസ് വേണമെന്ന്, നെറ്റിന് ഒറ്റക്കാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം ഗൈഡൻസ് വേണമെന്നുള്ള ഒരു തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം ഗൈഡൻസ് വേണമെന്നുള്ളതുകൊണ്ട് തന്നെ അതിന് പറ്റിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തപ്പി നടക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ നമ്മൾ വർക്കിംഗ് ആണ്. വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു സമയം അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ നമ്മുടെ ഒരു സ്ട്രാറ്റജിയുമായി ഒത്തു പോകണം എന്നുള്ളൊരിതുണ്ടായിരുന്നു. ഞാൻ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ പഠനം ഉണ്ടാവുക. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ കേട്ട് പഠിച്ചാൽ എനിക്ക് പറ്റില്ല. എനിക്ക് കേട്ട് എഴുതി വായിച്ച് അങ്ങനെ ഈ 3 ഓഡിറ്ററി വിഷ്വൽ എല്ലാം കനസ്തറ്റിക് 3 കൂടി ഉണ്ടെങ്കിലേ എനിക്ക് പറ്റുള്ളൂ. ഈ 3 രീതിയും കൂടി പഠിക്കണം. അപ്പോൾ അതിനെ ഈ 3 കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യുകയും എന്നെ എപ്പോഴും ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ പുഷ് ചെയ്തില്ലെങ്കിൽ ഞാനത് വഴിയിലിടും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ എന്ന് തപ്പി നോക്കിയപ്പോഴാണ് എയ്സ് അറിയുന്നത്. അപ്പം ഞാൻ പിന്നെ തൊട്ടടുത്തുള്ള പ്രദേശക്കാരനാണ്, അരീക്കോട്ടുകാരനായതുകൊണ്ട് ഞാൻ ഓൺലൈനിലാണ് ഞാൻ കോഴ്സ് ചെയ്തെങ്കിലും ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്തത്. അപ്പം ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ സംസാരിച്ച് അപ്പം എൻ്റെ സ്ട്രാറ്റജിയുമായി ഒക്കുന്നു മനസ്സിലായി. എൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, കോൺസെപ്റ്റുകൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു എൻ്റെ സബ്ജക്റ്റ് ഇപ്പോൾ സോഷ്യോളജിയാണ്. അപ്പോൾ സോഷ്യോളജി ആകുമ്പം സോഷ്യോളജിയിൽ മെയിൻ പ്രധാനമായിട്ടും എപ്പോഴും ആളുകളെ കൺഫ്യൂസ് ആക്കുന്നതും ഈ അപ്ലിക്കേഷൻ ലെവലോ അനാലിസിസ് ലെവലോ ചോദ്യങ്ങളൊക്കെ വന്നാലും കൺഫ്യൂസ് ആക്കുന്നതും ഈ കോൺസെപ്റ്റുകളുടെ ക്ലാരിറ്റി ഇല്ലായ്മയാണ്. അപ്പം കോൺസെപ്റ്റുകൾ പരമാവധി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺസെപ്റ്റ്, ഏതൊരു കോൺസെപ്റ്റിൻ്റെയും പ്രത്യേകത അതിനൊരു ഡെഫിനേഷൻ ഉണ്ടാകുന്നതാണ്. ആ ഡെഫിനേഷനകത്ത് വീണ്ടും വേറെ കോൺസെപ്റ്റുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം കോൺസെപ്റ്റിൽ നിന്ന് കോൺസെപ്റ്റിലേക്ക് പോയിട്ടാണ് ഞാൻ പഠിച്ചത്. അതിനാണ് എന്നെ എയ്സ് സഹായിച്ചതും. അപ്പം നമ്മളിപ്പം സാറ് പറഞ്ഞു ഫസ്റ്റ് ടൈമാണ് HSST എക്സാം എഴുതുന്നത്. അപ്പം അതിന് മുന്നേ ജനറൽ എക്സാമുകളൊക്കെ എഴുതി ശീലമുണ്ടായിരുന്നോ? ഏതെങ്കിലും വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട് എന്നല്ലാതെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് ഒരു HSSTയുടെ ഒരു ഹയർ പോസ്റ്റിലേക്ക് വരുമ്പോൾ സ്റ്റഡിയിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇങ്ങനെ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ ഞാൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ആദ്യം സിലബസ് എടുത്തു വെച്ചു എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മുടെ സിലബസ് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ പ്രീവിയസ് സിലബസ് എടുത്തു വെച്ചു. സിലബസ് എടുത്ത് വെച്ചിട്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെച്ചു. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. ആദ്യം തന്നെ ഞാനൊരു 3 നോട്ട്ബുക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 3 നോട്ട്ബുക്കിൽ എനിക്ക് അറിയാവുന്ന പരിചിതമായ ഭാഗങ്ങളെല്ലാം ഒന്നിൽ എഴുതി വെച്ചു. എന്നാൽ എനിക്ക് കുറച്ചൊക്കെ പരിചയമുള്ളതും പിന്നെ എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത വെക്കാൻ വേണ്ടി 3ാമത്തെ നോട്ട്ബുക്കും വെച്ചു. അപ്പോൾ പരിചിതമായ കാര്യങ്ങൾ എഴുതുമ്പോഴും ഞാൻ എപ്പോഴും ഒരു ഭാഗം മാത്രമേ എഴുതുള്ളൂ. നോട്ട്ബുക്കിൻ്റെ ഒരു സൈഡ് മാത്രമേ എഴുതുള്ളൂ. മറ്റേ സൈഡ്, അതായത് അതിലേക്ക് എപ്പോഴും ആഡ് ചെയ്യാനുണ്ടാകും. എത്ര ആണെങ്കിലും ആഡ് ചെയ്യാനുണ്ടാകും. ആ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും അവിടെ പേജസ് മാറ്റി വെക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ മറ്റൊന്നും സാധാരണ എക്സാമിനൊന്നും നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ഇതൊരു കോമ്പറ്റിറ്റീവ് എക്സാം ആണ് എന്നും അവിടെ നമ്മൾ പിൻ പോയിൻ്റ് ആണ് ചോദിക്കുക എന്നുമുള്ള ഒരു ബോധം, ആ ബോധം ഉള്ളത് കൊണ്ട് തന്നെ ആ രീതിയിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോയത് പഠനം. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ ഇപ്പം ഒരു എക്സാം എഴുതുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കുക നമ്മുടെ കയ്യിൽ കുറേ നോട്ട്സ്, പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടിയാലാണ് നമുക്ക് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുക എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ചില ആളുകൾ വിചാരിക്കുക റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട്
പുതിയ ടോപ്പിക്സ് ഡെയിലി പുതിയ ടോപ്പിക്ക് പഠിക്കുന്നതാണോ അതോ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് റിവൈസ് ചെയ്ത് പോകുന്നതാണോ കുറച്ചും കൂടി ക്രാക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് വരിക? അങ്ങനെ എനിക്ക് തോന്നുന്നു അത് നമ്മൾ ഏത് എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നത് അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. ഇപ്പം ഫോർ മീ എന്നെ സംബന്ധിച്ചിടത്തോളം HSST ആണ്, ഉറപ്പായിട്ടും ഹയർ ലെവലേ വരുള്ളൂ നമുക്ക് അറിയാമായിരുന്നു. അപ്പം അവിടെ എൻ്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങളൊക്കെ ചോദിച്ചു പോകുമോ എന്നുള്ള പേടിയായിരുന്നു. കാരണം ഞാൻ ആ വർഷങ്ങൾ അതൊക്കെ എനിക്ക് പഠിക്കാൻ നല്ല പാടായിരുന്നു. പക്ഷെ നമുക്ക് എങ്ങനെ ആയാലും പിന്നെ ഈ മാച്ച് ദ ഫോളോയിങ് പോലെയുള്ള ഇത് വരും. അപ്പോൾ അവിടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇയർ ചോദിക്കും. ഒരു പുസ്തകം ചോദിച്ചിട്ട് ആ പുസ്തകം പബ്ലിഷ് ചെയ്ത് ഇയർ ചോദിക്കും. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ആ ഇയർ ഒരാൾ തന്നെ ഒരു 8 or 10 പുസ്തകം എഴുതിയിട്ടുണ്ടാകും. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാകും. അവരുടെയൊക്കെ ഇയറൊക്കെ വെച്ച് ചോദിച്ചാൽ നമ്മൾ പാടുപെടും. അപ്പോൾ അതിന് ഞാൻ കണ്ടൊരു പരിഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു തിയറിസ്റ്റ് ആണെങ്കിൽ ആ തിയറിസ്റ്റിൻ്റെ ഒരു ബയോഗ്രഫി നമ്മളൊരു കഥ പോലെ പഠിക്കുക. അങ്ങനെ കഥ പോലെ പഠിക്കുമ്പം ഏതൊരു തിയറിസ്റ്റ് ആണെങ്കിലും അയാളുടെ തിയറിയിൽ ചേഞ്ചസ് ഉണ്ടായി വന്നിട്ടുണ്ടാവും. ആ ചേഞ്ചസിനനുസരിച്ച് അയാളുടെ പുസ്തകത്തിലും മാറ്റം ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ നമുക്കതിൻ്റെ ക്രോണോളജി മനസ്സിലാവും ഏകദേശം. മാത്രമല്ല ഒരാളെ പഠിക്കുമ്പം അയാളുടെ സാധാരണ ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു തിയറിസ്റ്റിനെ പഠിക്കുമ്പോൾ ഉദാഹരണത്തിന് സോഷ്യോളജി ഒരു തിയറിസ്റ്റാണ് എമിൽ ദർക്കീം. അപ്പോൾ ദർക്കീമിനെ പഠിക്കുമ്പോൾ എന്തിനാണ് ദർക്കീം ജനിച്ച വർഷം മരിച്ച വർഷം പഠിക്കുന്നത് പണ്ടൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ HST പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അയാൾ ജീവിച്ച വർഷം ആ സമയത്തെ സാമൂഹിക അന്തരീക്ഷം മനസ്സിലാക്കാൻ, രാഷ്ട്രീയ അന്തരീക്ഷം മനസ്സിലാക്കാനാണ്. അത് അയാളുടെ തിയറിയെ സ്വാധീനിച്ചിട്ടുണ്ടാകും. അപ്പം ആ ഒരു കാലഘട്ടം കൂടി പഠിക്കുമ്പോൾ ഇങ്ങനെ രണ്ടും കൂടി ക്ലബ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള സുഖം എന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പർ എക്സാക്റ്റ് വർഷം അറിയില്ലെങ്കിൽ പോലും നമ്മുടെ ഈ ഇതിൻ്റെ അനാലിസിസ് ലെവലിൽ വരുന്ന അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻ ഒരു സുഖം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എയർലൈക്ക് ചോദിക്കുന്നത്. ഒന്നുകിൽ അത് അറേഞ്ച് ചെയ്യാനായിരിക്കും, നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. വർഷം കറക്റ്റ് അറിയില്ലെങ്കിൽ പോലും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അത് ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ അതിൻ്റെ സ്വഭാവം നോക്കിയിട്ട് നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അത് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അപ്പോൾ പിന്നെ റിപ്പീറ്റേഷൻ ആണോ മറ്റേതാണോ എന്ന് ചോദിക്കുമ്പം ഞാൻ പറയില്ലേ, ഹയർ ലെവലാകുമ്പം എനിക്ക് തോന്നുന്നു നമ്മൾ എന്നും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരം നമ്മൾ പഠിക്കുന്ന സാധനം അത് പഠിക്കുക എന്നുള്ളതിനെക്കാട്ടി കൂടി നമ്മൾ അതിൽ മുഴുകുക എന്നുള്ള ഒരു വാക്കാരെ കുറിച്ചിടുന്നത്. നമ്മൾ അതിൽ കംപ്ലീറ്റ് എൻഗേജ് ആവുക. കംപ്ലീറ്റ് എൻഗേജ് ആകുമ്പോൾ നമുക്ക് അവിടെ ഫില്ലപ്പ് ആവാത്ത പോർഷൻസ് ഉണ്ടാകും. ആ ഫില്ലപ്പ് ആവാത്ത പോർഷൻസ് നമ്മൾ പ്രത്യേകമായിട്ട് എനിക്ക് സാധാരണ 4 കളറുള്ള പേന ഉണ്ടാവില്ല, എനിക്ക് 4 കളറില്ല, ഞാൻ 10 കളറാണ് എടുത്ത് വെച്ചിരുന്നത്. ഫില്ലപ്പ് ആവാത്ത ഭാഗങ്ങൾ ഞാൻ അവിടെ അടയാളപ്പെടുത്തിടും. പിന്നീട് ചിലപ്പോൾ നമ്മൾ ഈ ആദ്യമൊക്കെ ഞാൻ ഈ നമ്മുടെ വിക്കിപീഡിയ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഈ ഫില്ലപ്പ് ആവാത്ത ഭാഗങ്ങളൊക്കെ. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അതിൽ മിസ്റ്റേക്ക് ഉണ്ടാകും, നല്ല മിസ്റ്റേക്ക് ഉണ്ടാകും. അപ്പം നമ്മൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒതൻറ്റിക് ആയ സോഴ്സ് തന്നെ കിട്ടുമെന്ന് നോക്കും. പിന്നെ നമ്മളെ മെൻറ്റേഴ്സ് ഉണ്ടാകും. മെൻറ്റേഴ്സ് അല്ലെങ്കിൽ അപ്പോൾ അവരോട് പറയും ഇന്ന ക്ലാസ്സിൽ ഇന്നത് അത് ശരിയായില്ല എന്ന് പറയും. ഏസിൻ്റെ ഒരു സുഖം എന്താ വെച്ചാൽ ഏസിനോട് പറയും ഇന്ന ക്ലാസ് അത് അങ്ങനെ ആയിരുന്നില്ല, അതിൽ കണ്ടൻ്റ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഏസ് നമുക്ക് എക്സ്പേർട്ടിനെ കൊണ്ട് വേറെ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയായിട്ട് അത് കഴിച്ചിലായി പോയത്. ഓക്കെ, അതിൽ വേറെ ഒന്നുമുണ്ട്. പിന്നെ നമ്മുടെ ആദ്യത്തെ 10 റാങ്ക് എടുക്കണമെങ്കിൽ 3 പേര് ഏസ് എന്നാണ്. ഓക്കെ, അപ്പം ഈ ഒരു റാങ്കിൽ എത്താൻ ഫാമിലി സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? വലിയ സപ്പോർട്ടായിരുന്നു. അന്ന് ഫാമിലിക്ക് അറിയാം എനിക്ക് ബുദ്ധി ഉണ്ടെന്ന്. പക്ഷേ അവർ നല്ല പ്രതീക്ഷയ്ക്കായിരുന്നു ചെറുപ്പം മുതലേ. വീട്ടിലെ ചെറിയ മോനാണ്, ഞങ്ങൾ 5 പേരുണ്ട്, അതിൽ ചെറിയ മോനാണ്. അപ്പം ഭയങ്കരമായിട്ട് പ്രതീക്ഷയ്ക്കായിരുന്നു. പക്ഷേ ഞാനനുസരിച്ചിട്ട് ഇവിടെ നിർത്താത്തതുകൊണ്ട് ഇങ്ങനെ അവർക്കൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പഠിക്കാനിരിക്കുന്നു എന്ന് കണ്ടപ്പം തന്നെ അവരെനിക്ക് നല്ല ഞാൻ പഠിക്കാതിരിക്കാറില്ല, അപ്പോൾ പഠിക്കാനിരിക്കുന്നു കണ്ടപ്പം തന്നെ ഫുൾ സപ്പോർട്ടായിരുന്നു. ഫുൾ സപ്പോർട്ട് എന്ന് വെച്ചാൽ പിന്നെ എനിക്ക് ഞാനവിടെ വായിക്കുകയാണെങ്കിൽ എന്നെ ഒരു പണി ഏൽപ്പിക്കില്ല. നമ്മളെ ഫാമിലി ഉണ്ട്, അന്ന് മാരീഡ് ആണ്, അപ്പം വർക്കിംഗ് ആണ്. വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് നമ്മളിങ്ങനെ വായിക്കാനിരിക്കുമ്പോൾ കാണുമ്പം അവൻ വായിക്കുകയാണ്, അവൻ ശല്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞിട്ട് മാറിപ്പോകും. അവസാനമായപ്പം ഞാൻ വൈഫ് പറഞ്ഞു ഞാൻ വീട്ടിൽ പൊക്കോളാം. ഞാൻ അവിടെ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ എങ്കിലും അവൾ പറഞ്ഞ് ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് വായിക്കാൻ. പിന്നെ മോനും ഉണ്ട്, മോനില്ലെങ്കിൽ ഞാൻ അവിടെ വന്നേനെ. പിന്നെ ഫുഡ് എന്താ കാട്ടും, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ഈ ബേജാറാണ്ട്. അവളും വർക്കിംഗ് ആണ്. അപ്പം അവൾ പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയിക്കോളാം എന്നിട്ട് അവൾ വീട്ടിൽ പോയി. ഞാനൊരു ലാസ്റ്റ് ഒരു മന്താണ് ലീവ് എടുത്തിട്ടുള്ളൂ കേട്ടോ. 1 month മാത്രമേ ലീവ് എടുത്തിട്ടുള്ളൂ. അപ്പം അതും ലീവ് എന്ന് പറയാൻ മാത്രമില്ല, പക്ഷേ ഞാൻ എന്തായാലും അത് ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ഫാമിലി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യത്തിലും. അത് എനിക്കൊരു പുതിയ കാര്യം പറഞ്ഞു തന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് കഴിയില്ല, പക്ഷെ അതല്ലാതെയുള്ള സപ്പോർട്ട് നന്നായിട്ടുണ്ടായിട്ടുണ്ട്.
അപ്പം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് ഒരു ജോബിലിരിക്കുന്ന സമയത്ത് തന്നെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ടൈം എങ്ങനെയാണ് സെറ്റ് ചെയ്ത് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒരു നല്ലൊരു ചോദ്യമാണ്. കാരണം ഞാൻ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് നിന്നാൽ എൻ്റെ വർക്കിംഗ് ടൈം അത്യാവശ്യം നല്ല വർക്കിംഗ് ടൈം ഉണ്ടായിരുന്നു. ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് രാവിലെ ഒരു 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വൈകുന്നേരം 7 മണിക്ക് വീട്ടിൽ തിരിച്ചെത്തുന്ന അവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ ബൈക്കിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ബൈക്കിലെ പോക്ക് മാറ്റിയിട്ട് ബസ്സിലേക്ക് മാറ്റി. ബസ്സിൽ നിന്ന് വായിക്കും ഒന്ന്. ദെൻ രണ്ടാമത് ഫ്രീ കിട്ടുന്ന സമയത്ത് ഞാൻ ചായ കുടിക്കാൻ പോവും, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ടേബിളിൽ ഞാൻ നമ്മുടെ സ്റ്റിക്കി നോട്ട് ഒട്ടിച്ച് വെക്കും, ഇന്ന് തീർക്കേണ്ട പോർഷൻ ചാപ്റ്റേഴ്സ് അതവിടെ എഴുതി വെച്ചു. അപ്പോൾ അതും തീരൂല കേട്ടോ. അതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ ഇത് കേൾക്കുന്ന ഇപ്പോൾ HST പഠിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്, നമ്മളൊരു സ്റ്റിക്കി നോട്ട് എഴുതി വെച്ചു, ഒരു സാധനം എഴുതി വെച്ചു, അത് തീർക്കാൻ വേണ്ടി വെച്ചാൽ തീരില്ല. അപ്പോൾ തീർന്നില്ല വെച്ച് ബേജാറാവാൻ നിൽക്കേണ്ട, ടെൻഷൻ ആവരുത്. അത് അടുത്തതിലേക്ക് മാറ്റി വെക്കാം. ഒരു വീക്ക് വരുന്ന സമയത്ത് നമ്മളൊരു വീക്കിനൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്ന് തീർന്നിട്ടില്ലെങ്കിൽ അത് നാളത്തേക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്ലാനിങ്. നമ്മുടെ പ്ലാനിങ് എപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കോലത്തിലായിരിക്കണം. എപ്പോഴും ഒരു ദിവസം നമ്മൾ എക്സ്ട്രാ ആയിട്ടിടണം. എന്തായാലും നമ്മൾ വർക്കിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡിലേസ് വരും, വന്നിട്ടുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ മെയിൻറ്റെയിൻ ചെയ്യും. ഞാൻ പിന്നെ തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ദിവസം 1 മണിക്കൂറായിരുന്നു എൻ്റെ പ്ലാന്. അപ്പോൾ ആ 1 മണിക്കൂർ ഞാൻ ഈ യാത്രയിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു ദിവസം ഒട്ടും പറ്റിയില്ല, എനിക്ക് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ രാത്രി വീട്ടിലെല്ലാവരും ഉറങ്ങിയതിന് ശേഷം വായിക്കും. ഓക്കെ, എന്തായാലും ആ 1 മണിക്കൂർ ഞാൻ തീർത്തിരിക്കും. ഇനി പറ്റില്ലെങ്കിൽ പിറ്റേന്ന് പുലർച്ചെ എണീറ്റിട്ട് ഞാൻ നോക്കും. എന്തായാലും അങ്ങനെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്ത്. അപ്പോൾ ഒരാഴ്ച 7 മണിക്കൂർ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരാഴ്ച 7 മണിക്കൂർ പോരാ. അങ്ങനെ ഞാനത് 1 മണിക്കൂർ എന്നുള്ളത് 1.5 മണിക്കൂറാക്കി ഉയർത്തി. എന്നിട്ട് വീക്ക്ലി ടാർഗറ്റ് ഞാൻ 10 മണിക്കൂറാക്കി. അതായത് 10 മണിക്കൂറിൽ മുകളിൽ പോകും. ശരിക്കും വീക്ക്ലി ടാർഗറ്റ് 10 മണിക്കൂർ. അപ്പോൾ ഈ 10 മണിക്കൂർ എന്നുള്ളത് ഞാൻ പിന്നെ എന്ത് ചെയ്തു, അത് ഏകദേശം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ എനിക്ക് പറ്റി. അപ്പോൾ ഏകദേശം ഇങ്ങനെ കവർ ചെയ്ത് വരും എന്നൊക്കെ ഏകദേശം ഒരു ധാരണ വന്നു. പക്ഷേ അത് ചില ടോപ്പിക്കൊക്കെ മനസ്സിലാകില്ല. ഞാൻ പറയുന്നത് കോൺസെപ്റ്റ് ബേസ്ഡാണ്. അപ്പോൾ നമ്മൾ സമയം കണക്കാക്കുക എന്നുള്ളതിനേക്കാളും അപ്പുറം ആ കോൺസെപ്റ്റ് ക്ലിയർ ആകുക എന്നുള്ളൊരു ഇതും കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ടോപ്പിക്ക് എന്താ ചെയ്യുക, അത് ലാഗായി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ അവറുകൾ, അപ്പം ഉദാഹരണം ഇപ്പോൾ കല്യാണത്തിന് പോകണം വിചാരിക്കാം. നമ്മൾ ഫാമിലി മാൻ ആണല്ലോ, ഫാമിലി മാൻ ആകുമ്പോൾ കല്യാണത്തിന് പോകേണ്ടി വരും. അപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ ഒരു 11 മണിക്ക് പോകുന്നു, ഒരു 1:30 വരുന്നു, ഇത് നോർമലി. അത് മാറ്റിയിട്ട് ഞാൻ 1 മണിക്ക് പോകുന്നു, 1:30 വരുന്നു. അതായത് നമ്മളവിടെ പോകുന്നുണ്ട്, പക്ഷെ അത് കുറച്ചു. അതുപോലെ തന്നെ നമ്മൾ ആളുകളായിട്ട് എൻഗേജ് ചെയ്യിക്കുന്ന സമയം, സംസാരിക്കുന്ന സമയം, അതൊക്കെ കുറച്ച്, അങ്ങനെ എല്ലാത്തിനും കുറച്ച് ഒരു സമയം എടുത്തു. അവസാനമായപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തത്, ആൾക്കാർക്ക് മനസ്സിലായി വായിക്കുകയാണെന്ന്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പരമാവധി മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്മാറി. പിന്നെ ഞാൻ ടീച്ചിങ്ങിനായിരുന്നു. അപ്പോൾ ടീച്ചിങ്ങിനാകുന്ന സമയത്ത് നമ്മൾ ഈ ക്ലാസ്സുകളിലൊക്കെ പോകുന്ന ഈ ഗ്യാപ്പ് കിട്ടുന്ന സമയം ഉണ്ടാവുമല്ലോ, 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഗ്യാപ്പ് കിട്ടൂലേ. ആ 10 മിനിറ്റൊക്കെ ഗ്യാപ്പ് കിട്ടുമ്പോൾ 10 മിനിറ്റുള്ളൂ, ഇപ്പോൾ എന്ത് ചെയ്യാനാ എന്നായിരുന്നു ആലോചിച്ചിട്ട് പണ്ടൊക്കെ കേട്ടോ. അതൊക്കെ മാറിയിട്ട് ആ 10 മിനിറ്റിൽ ഒരു കോൺസെപ്റ്റാണ് നോക്കാൻ പറ്റുന്നതിന് ആ ഒരു കോൺസെപ്റ്റ് അപ്പോൾ ഞാൻ നോക്കും. അപ്പം എന്ത് ചെയ്യും, എനിക്ക് ആ സമയവും അല്ലെങ്കിൽ ആ കോൺസെപ്റ്റും ഇങ്ങനെ ക്ലിയർ ആയി വരും. അതാണ് ടൈം മാനേജ്മെൻറ്റിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവസാനമായപ്പോഴാണ് ഞാനത് ഫുൾ ടൈം ഇരുന്നത്. അത് ഒരു 1 മന്താണ് ഫുൾ ടൈം ഇരുന്നിട്ടുള്ളൂ. അതും ഉറക്കം ഒഴിവാക്കുക അങ്ങനെ പരിപാടി ഇല്ല കേട്ടോ. ഉറക്കം ഒഴിവാക്കി ക്ഷീണിക്കുന്ന പരിപാടിയില്ല. പിന്നെ നല്ല ഫുഡ് കഴിക്കണം. ഇതിൻ്റെ സമയത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഭക്ഷണം ഒഴിവാക്കിയിട്ട് അതിന് ഉറക്കം ക്ഷീണിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ ഉണ്ടാവില്ല. അപ്പോൾ സാറിന് ഇപ്പോൾ 10th റാങ്കിൻ്റെ അകത്താണ് 7th റാങ്കാണ് കിട്ടിയത്. അപ്പോൾ ആ ഒരു ജേർണിയിൽ എയ്സിൻ്റെ ഒരു സ്വാധീനം എത്രത്തോളം ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എനിക്ക് പിന്നെ ഒരു PSC ആസ്പിറൻറ്റ് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ ഒരു സാറുണ്ടായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ ആ സാറ് താജുദ്ദീൻ സാറാണ്. സാറ് 4ാം റാങ്ക് കേട്ടോ. അപ്പോൾ സാറാണ് എന്നെയും കൂടി ഇതിലേക്ക് ഞങ്ങൾ രണ്ടും ഒരുമിച്ചൊന്ന് ജോയിൻ ചെയ്തത്. അപ്പോൾ സാറ് പറഞ്ഞു, ഇതിൽ ഒരു ചാൻസാണ്, ഇത് കിട്ടിയാൽ കിട്ടും,
ഇല്ല ഇനി അടുത്ത വർഷം കിട്ടിക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നോക്കിയേക്കാം എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ എയ്സിലെത്തി. എയ്സിൽ നിന്ന് പിന്നെ നോർമലി പോകേണ്ട എൻ്റെ പഠനത്തെ ഒരു ചാനലൈസ് ചെയ്യുന്നത്, അതിങ്ങനെ ഈ രീതിയിലേക്ക് വേണം എന്ന് പറയുന്നത് എയ്സാണ്. ഒരുപാട് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് PG കഴിഞ്ഞു, B.Ed കഴിഞ്ഞു, PG കഴിഞ്ഞു, പിന്നെ നമ്മൾ ഈ സമയത്തൊക്കെ നമ്മൾ എല്ലാ കോൺസെപ്റ്റും പഠിക്കുന്നുണ്ടോ ചോദിച്ചാൽ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാം പഠിക്കുന്നുണ്ടോ? ഇല്ല, എല്ലാം പഠിക്കുന്നില്ല. നമ്മൾ പലതും പഠിക്കാതെ പോകുന്നുണ്ട്. അപ്പം ആ സമയത്ത് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക എന്നുള്ളത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് PSCയെ സംബന്ധിച്ചിടത്തോളം. കോൺസെപ്റ്റ് ഒരു ചെറിയ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ വരുമ്പോൾ ഒരു കോൺസെപ്റ്റിൻ്റെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം മാറിപ്പോയത് നമ്മൾ ഉത്തരം തെറ്റിക്കും. നമ്മൾ സോഷ്യോളജിയിലൊക്കെ ആണെങ്കിൽ പിന്നെ ഓരോ കോൺസെപ്റ്റിനും ചെറിയ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ അത് രണ്ടും തമ്മിൽ. അതിൻ്റെ പിന്നെ ഇൻ ബിറ്റ്വീൻ ലൈൻ വളരെ നാരോ ആയിരിക്കും. അപ്പം പിന്നെ അത് ക്ലിയർ ആക്കാൻ ആര് സഹായിച്ചു വെച്ചാൽ ഒരു സംശയമില്ല അത് എയ്സാണ്. അപ്പോൾ അതിന് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് അങ്ങനെയല്ല. നമ്മൾ പിന്നെ നമ്മുടെ മെൻറ്ററുണ്ട്, നമുക്കൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കഷൻ നടക്കുമ്പോൾ ഇതങ്ങനെയല്ലല്ലോ ഇങ്ങനെയാണെന്ന് പറയുന്ന സമയത്ത് നമ്മൾ എയ്സിൻ്റെ അടുത്ത് പരാതി പറയും. അതായത് ആ ക്ലാസ് ക്ലിയർ ആയില്ല എന്ന് പറയും. അപ്പം ആ എയ്സ് എന്ത് ചെയ്യും, ആ പോർഷൻ ഏതാണോ അത് ഏറ്റവും നല്ല എക്സ്പേർട്ടിനെ കൊണ്ടുവന്ന് അത് നമുക്ക് ലൈവ് ക്ലാസ് തരും. ആ ലൈവ് ക്ലാസ്സിൽ നമ്മൾ സംശയം ചോദിക്കും, അത് തന്നെ റെക്കോർഡായിട്ട് നമുക്ക് വീണ്ടും തരും. പിന്നെ എല്ലാ ഭാഗവും കവർ ചെയ്തെന്ന് എയ്സ് ഉറപ്പുവരുത്തി. കൊറോണ കാരണം ഞങ്ങളത് കുറച്ച് നീണ്ടുമായിരുന്നു കേട്ടോ. ഒരു പഠനം അതിനനുസരിച്ച് ആയിപ്പോയായിരുന്നു. പക്ഷേ അങ്ങനെ പഠനവും നമ്മളങ്ങനെ കുറച്ചൊക്കെ കൊറോണ കാരണം കുറച്ച് നീണ്ടുപോയിട്ട് തീരെ തിരിഞ്ഞു നോക്കാതെ ഒട്ടും ഒരു ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ 1 മണിക്കൂർ എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവസാനത്തെ ഒരു 6-7 മാസം മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെ പോയിന്. അപ്പം അങ്ങനെ വിളിക്കും എയ്സിന്ന് ഇടക്ക്, അല്ല എന്താ പരിപാടി ഒഴിവാക്കിയോ എന്നൊക്കെ വെച്ചിട്ട് നമ്മളെക്കാട്ടി ആവശ്യം എയ്സിനാണെന്നുള്ള രീതിയിൽ. അപ്പോൾ അവരത്ര ശ്രമിക്കേണ്ടത്, പിന്നെ നമ്മൾ കുറച്ചൊരു ശ്രദ്ധ കൊടുക്കേണ്ടേ എന്നുള്ള സാധനം അത് എയ്സിന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഈ നോട്ട്സൊക്കെ ആണെങ്കിലും നമുക്കങ്ങനെ ഒരു ഇതൊന്നും തന്നിട്ടില്ല. അതായത് നോട്ട്സ് കൃത്യമായ രീതിയിൽ നമുക്കത് തരുകയും എക്സ്ട്രാ റീഡിങ്ങിനുള്ള സാധനങ്ങൾ ഈ നമ്മുടെ ടീച്ചേഴ്സ് തരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഇത്രയും അടുത്തുള്ള റാങ്ക് പ്രതീക്ഷിച്ചിരുന്നു, ഒരു 7ാമത്തെ റാങ്ക് കിട്ടും എന്ന് എപ്പോഴെങ്കിലും എക്സാമിൻ്റെ മുന്നെയോ? എക്സാം എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കട്ട് ഓഫ് ഒക്കെ നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടുമായിരിക്കും. പക്ഷെ അതിന് മുന്നേ എപ്പോഴെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും നല്ല റാങ്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന്? പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് 25 റാങ്കിൻ്റെ അകത്ത് വന്നിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നൊരു അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു 20-നകത്തെങ്കിലും വരണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞപ്പോൾ മറ്റ് കോച്ചിങ് സെൻറ്ററിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ ആകെ ഇടങ്ങാറായി. അത് അവർ പ്രതീക്ഷ രീതിയിലല്ല. പക്ഷേ അതിലാണ് എനിക്ക് എയ്സിനോട് നന്ദി പറഞ്ഞാൽ തീരാത്ത അതിവിടെ കേട്ടോ. കാരണം നമ്മൾ എങ്ങനെയാണോ നമ്മളെ പഠിപ്പിച്ചത് ആ രീതിയിലാണ് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും ആ രീതിയിലേക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ചും എയ്സിൻ്റെ ഈ മോക്ക് ടെസ്റ്റുകളൊക്കെ അതൊക്കെ ഈ അപ്ലിക്കേഷൻ ലെവലാണെങ്കിലും നോളജ് ലെവൽ മുതൽ അനാലിസിസ് ലെവൽ വരെയുള്ള സകലതും കവർ ചെയ്തിട്ടാണ് മോക്ക് ടെസ്റ്റ് മൊത്തം നടന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ ദിവസവും പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഈ രീതിയിലായിരുന്നു വന്നിരുന്നത്. അതിൻ്റെ ഒരു ഉപകാരം നമുക്ക് അവിടെ നന്നായിട്ട് അറിയാൻ പറ്റി. അതുകൊണ്ട് തന്നെ എക്സാം കഴിഞ്ഞ ഉടനെ എക്സാം ഹാളിൻ്റെ പുറത്തെത്തിയപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുമല്ലോ. ആ ധാരണ കിട്ടിയപ്പം കുഴപ്പമില്ല, നമ്മളൊരു 50-നകത്ത് എന്തായാലും ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാലും ആദ്യത്തെ 10 എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അഹങ്കാരമായി പോലെ വെച്ചിട്ട് അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സാർ ഇപ്പം ജോയിൻ ചെയ്തു സ്കൂളിൽ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുക്കുമോ, എവിടെയാണെന്നൊക്കെ? ഞാൻ മഞ്ചേരി കാരക്കുന്ന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ടാണ് ജോയിൻ ചെയ്തത്. കുറച്ചായിട്ടുള്ള ഒരു 3 മാസം ആയിട്ടുള്ള ജോയിൻ ചെയ്തിട്ട് നല്ല രീതിയിൽ പോകുന്നു. ഡ്രീം ജോബ് സാറിന് കിട്ടി? ഡ്രീം ജോബ് ഹാപ്പിയാണ്, തീർച്ചയായിട്ടും ഹാപ്പിയാണ്. ഞാൻ എവിടെ വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഹാപ്പിയാണ്. അപ്പം എയ്സിലെ സ്റ്റുഡൻസിനോട് സാറിന് എന്താ പറയാനുള്ളത്? എയ്സിലെ സ്റ്റുഡൻസിനോട് പ്രത്യേകിച്ചും സോഷ്യോളജി ഹയർ HST ഇപ്പം പുതിയ ബാച്ച് തുടങ്ങിയെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പം പുതിയ ബാച്ചിലെ ആളുകളോട് പറയാനുള്ളത്, ഒരുപാട് ടെൻഷൻ ആവരുത്. ഒരുപാട് ആളുകൾ ടെൻഷനായിട്ടാണ് പലർക്കും ഇത് പോകാറുള്ളത്. അപ്പോൾ ടെൻഷൻ ആകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ നോട്ട്സ്, ഞാൻ 3 നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ, അതിന് പുറമെ എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടൊരു നോട്ടുണ്ടായിരുന്നു. ആ നോട്ടിൻ്റെ 3 റെപ്ലിക്ക ഉണ്ടായിരുന്നു. 3, അതായത് ഞാൻ ആ നോട്ട് ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഞാനത് വീണ്ടും വീണ്ടും എഴുതി വെക്കുമായിരുന്നു.
അങ്ങനെ 3 അത് കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മൾ മാക്സിമം കവർ ചെയ്യുക എല്ലാ ഭാഗവും. പിന്നെ തലേ ദിവസം പാനിക്കായിട്ട് എല്ലാം കൂടി വാരി വലിച്ച് നോക്കരുത്. കോൺസെപ്റ്റ് ബേസ്ഡ് ആണെങ്കിൽ തലേ ദിവസം നോക്കാൻ ഏറ്റവും നല്ലത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു A4 ഷീറ്റിൽ ഓരോ ഭാഗവും സിലബസിൻ്റെ ഓരോ ഭാഗവും സെപ്പറേറ്റ് നമ്മളെന്ത് ചെയ്യണം, ഒരു മെയിൻ പോയിൻ്റ് മാത്രം വെച്ചിട്ട് പല മൾട്ടി കളറിൽ ഒരു ഷീറ്റ് പോലെ തയ്യാറാക്കണം. അങ്ങനെ തയ്യാറാക്കിയിട്ട് അത് നമുക്കൊരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് ഓടിച്ച് തീരാവുന്ന അത്രയും പേജുകളേ പാടുള്ളൂ. ഒരു 20 A4 ഷീറ്റിൽ കൂടാൻ പാടില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതിൽ സംശയം ഉണ്ടാകുന്ന ഓരോ സമയത്തും നമ്മൾ ആ സംശയം ദൂരീകരിക്കുകയും വേണം. സംശയത്തോടു കൂടി നമ്മൾ ഒരിക്കലും പരീക്ഷ എഴുതാൻ പോകരുത്. ഇനി സംശയം ഉണ്ടാകുന്നൊരു ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരീക്ഷൻ്റെ മുമ്പ് നോക്കരുത്. ബാക്കിയുള്ള ഉത്തരം കൂടി അത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, എവിടെയെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ, ഇത് എൻ്റെ അനുഭവമാണ്, ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ എയ്സിലെ മെൻറ്ററോട് ചോദിക്കാൻ, അല്ലെങ്കിൽ എയ്സിലെ ആളുകളോട് ചോദിക്കാൻ ഒട്ടും മടിക്കേണ്ട. എയ്സ് അതിന് പരിഹാരം ഉണ്ടാക്കി തരുന്നത് എൻ്റെ അനുഭവമാണ് അത്. അപ്പം ഇനിയിപ്പോൾ അവരെന്ത് വിചാരിക്കും, പറയോ ഇല്ല ഒന്നും വിചാരിക്കേണ്ട, എല്ലാത്തിനും എയ്സ് പരിഹാരം ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ അതും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ സാറ് തന്ന ഈ സ്ട്രാറ്റജീസും ടിപ്സും ഒക്കെ നമുക്ക് ഏത് HSSTയുടെ ഏത് എക്സാം എഴുതുന്ന ആൾക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല വിജയം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് സാറ് പറഞ്ഞു തന്നത്. സോ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ വന്നതിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു.